സ്വരാജ് ഇട്ടിരിക്കുന്ന ഇന്നത്തെ പോസ്റ്റ് സ്വരാജിന്റെ ഒരു ഫീലിംഗിൽ നിന്ന് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അതിന് കാരണമായി പറഞ്ഞിരിക്കുന്ന ചില ചെറുപ്പക്കാരായ രാഷ്ട്രീയ നേതാക്കളൊക്കെ പറഞ്ഞ കമന്റിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെയും സ്വരാജ് ചെയ്തൊരു കാര്യമുണ്ട്. സ്വരാജ് അവിടെയും മതവും ജാതിയും തീവ്രവാദവും ഒക്കെ കൂട്ടിച്ചേർക്കാണ്. അത് നിർത്ത് സ്വരാജ്, പറയൂ, പാർട്ടിക്കുള്ളിൽ പറയൂ, നമ്മുടെ പാർട്ടി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണത്തിനൊരു കുഴപ്പമുണ്ട്, ആ കുഴപ്പം തിരുത്തണം എന്ന് വേണം ഫേസ്ബുക്ക് പോസ്റ്റിടാൻ. ലീഗിന്റെ പ്രതിനിധി പറയുന്നത് എന്താ? നിങ്ങൾ ഇതൊന്നും പറയാതെ, ഈ രാഷ്ട്രീയമൊന്നും പറയാതെ, ഭരണത്തെക്കുറിച്ചൊന്നും പറയാതെ, അതൊന്നും പരിശോധിക്കാൻ തയ്യാറാവാതെ നിങ്ങൾ മതവും ജാതിയും എല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ശ്രീ എം സ്വരാജ് എഴുതിയ ഫേസ്ബുക്കിൽ പോലും മതവും വർഗീയതയുമാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് പറയാതെ ഭരണത്തെക്കുറിച്ച് സ്വരാജ് അദ്ദേഹത്തിന്റെ പാർട്ടി കമ്മിറ്റിയിൽ പോയി പറയൂ എന്നാണ് പറയുന്നത്. ആരാ പറയുന്നത്? മുസ്ലിം ലീഗിന്റെ പ്രതിനിധി. എന്താ പാർട്ടിയുടെ പേര്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? മതത്തിന്റെ ചിഹ്നമല്ലേ? മതത്തിന്റെ ചിഹ്നത്തെ സ്വന്തം പാർട്ടിയുടെ പേരായി ചേർത്തിരിക്കുന്നയാളാണ് പറയുന്നത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ മതവും ജാതിയും ഒന്നും പറയല്ല എന്ന്. എങ്ങനെയുണ്ട് ഈ വൈരുദ്ധ്യം? നിങ്ങൾ ലീഗ് എന്ന് പറയുന്ന പാർട്ടി തന്നെ നിൽക്കുന്നത് മതപരമായ ചിഹ്നങ്ങളെയും അതിന്റെ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിയാണ്. അപ്പോഴും അതിനൊരു സെക്യുലർ ഫാബ്രിക് കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ സമീപകാലത്ത് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾക്ക് ശേഷം, പിന്നെ ഹൈദരാലി തങ്ങൾക്ക് ശേഷവും സാദിഖ് അലി തങ്ങളെല്ലാം വന്നതിന് ശേഷം നേതൃത്വത്തിലേക്ക് എത്തിയപ്പോൾ മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാട് എങ്ങനെയാണ്? ഇതുപോലെ ഇങ്ങനെ സോഫ്റ്റ് കോൺ എപ്പോഴെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയോട് നിങ്ങൾക്കുണ്ടായിരുന്നുവോ? ഹാഗിയ സോഫിയ വിഷയത്തിൽ സാദിഖ് അലി തങ്ങളുടെ പേര് വെച്ച് ചന്ദ്രിക പത്രത്തിൽ വന്ന ലേഖനം നിങ്ങളുടെ ഓർമ്മയിലില്ലേ മുഹമ്മദ് ഷാ? എന്തായിരുന്നു സമീപനം? അപ്പൊ നിങ്ങൾ പഴയ സെക്യുലർ ഫാബ്രിക് പാണക്കാട് തങ്ങന്മാരുടെയും ബാഫക്കി തങ്ങളുടെയും CH മുഹമ്മദ് കോടയുടെ എല്ലാം കാലത്തുണ്ടായിരുന്ന സെക്യുലർ ഫാബ്രിക് പതിയെ പതിയെ കൈയൊഴിയുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ വേര് നഷ്ടപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ നിങ്ങൾ തന്നെ സ്വയം ഈ വർഗീയതയെ സ്വാംശീകരിക്കുന്ന അംശം ഉണ്ടായിരിക്കും. ആശയങ്ങൾ എങ്ങനെയാണ് വളരെ വ്യത്യസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്നത്? പുരോഗമനപരമായ ആശയങ്ങളുണ്ട്, സമൂഹത്തെ പ്രതിലോമകരമായി ബാധിക്കുന്ന ആശയങ്ങളുണ്ട്. അവിടെയാണ് കണ്ടത് എല്ലാ ആശയങ്ങളും ഒരുപോലെ അപകടകരമെന്നല്ല. ഇപ്പൊ RSSന്റെ ഒരു ആശയമാണ് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണം. ആ RSSന്റെ ആശയം, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ആശയത്തിന് സ്വാതന്ത്ര്യമുണ്ട്, ശരി എന്ന് പറഞ്ഞ് അതിനെ പിന്തുണയ്ക്കുകയാണോ വേണ്ടത്? ഇത് തന്നെയല്ലേ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദവും? ആ ആശയത്തെ എന്നാ പിന്നെ അവരുടെ ഒരു ആശയമാണ് എന്ന് പറഞ്ഞ് പിന്തുണയ്ക്കുകയാണോ വേണ്ടത്? നിങ്ങൾ RSS വിരുദ്ധമായ ഒരു പ്രസ്താവന ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് പ്രയോഗിച്ചു കണ്ടത്? ഏത് പ്രസംഗത്തിലുണ്ടായിരുന്നു? പിണറായി വിജയന്റെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണത്തിന്റെ പ്രസംഗം കേൾക്കാൻ സ്മൃതി പരുത്തിക്കാടിന് ക്ഷമയുണ്ടോ എന്നുള്ളതാണ്. അതെല്ലാം കേട്ടിട്ടും നിങ്ങൾ എവിടെയാണ് RSSനെ കുറിച്ച് പ്രസംഗിച്ചത് എന്നൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ വന്ന് ചോദിക്കുന്നത്. RSSനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ കേരളത്തിലും ഇന്ത്യയിലുമെല്ലാം വർഗീയവും ജാതീയവുമായ ആശയങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെയെല്ലാം അതിനിശ്ചിതമായിട്ടാണ് CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള മുഖ്യമന്ത്രി മുതൽ എല്ലാ നേതാക്കളും പ്രസംഗിച്ചിട്ടുള്ളത്. ആ നിലപാടാണ് സ്ഥാനാർത്ഥി സ്വരാജ് ഉയർത്തിപ്പിടിച്ചത്. അതിന്റെ ഭാഗമായിട്ടല്ലേ നിങ്ങൾ നോക്കൂ, ഇന്നും ഇന്നലെയുമായിട്ട് വന്ന പ്രതികരണങ്ങൾ എന്താ? ശശികലയുടെ പ്രതികരണം എന്താ? നിങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. കാരണം എന്താ? നിങ്ങളും സുജയ പാർവതിയും എല്ലാം റിപ്പോർട്ടർ ചാനലിൽ സ്വീകരിക്കുന്ന സമീപനം എന്താ? കടുത്ത ഇടതുപക്ഷ വിരുദ്ധതയാണ്. അതുകൊണ്ടാണല്ലോ സുജയ പാർവതി നിങ്ങളുടെ സഹപ്രവർത്തക ഫേസ്ബുക്കിൽ ഇട്ടത് പൂമരം എന്ന് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട്. ഇതാണ് നിങ്ങളുടെ സ്വഭാവം, രീതിയും. നിങ്ങൾ നിഷ്പക്ഷ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പറയൂ. ഫേസ്ബുക്ക് ഒക്കെ എല്ലാവരുടെയും സ്വകാര്യ ഇടമാണ്. അതേക്കുറിച്ച് പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് അതല്ല, അങ്ങ് ഇപ്പോൾ ഈ ചർച്ചയ്ക്കുള്ള ഉത്തരം പറയൂ. ഇപ്പൊ അങ്ങേക്ക് ഒരുപാട് ഉത്തരം പറയാനുണ്ടോ? 3 പേർക്ക് ഉത്തരം പറയാനുണ്ടല്ലോ. അതിലേക്ക് എത്തൂ ദയവ് ചെയ്ത്. നമ്മുടെ സമയം കുറവായതുകൊണ്ടാണ്. ഇപ്പൊ സമയം കുറവിലേക്ക് എത്തി. ഞാൻ പറയുന്നത് തടസ്സപ്പെടുത്തുകയും എന്നിട്ട് എന്തോ ഔദാര്യം പോലെ നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ട് അത് തടസ്സപ്പെടുത്തിയിട്ട് സമയം കുറവിനെ കുറിച്ചും പറയുന്നത് എന്ത്? ജനാധിപത്യത്തെ കുറിച്ചല്ല നിങ്ങൾ പറയുന്നത്, മര്യാദയെ കുറിച്ചല്ല നിങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് CPMന് ജനാധിപത്യമില്ല, CPMന് മര്യാദയില്ല. എന്നിട്ട് താങ്കൾ എടുക്കുന്ന സമീപനം എന്താ? അപ്പൊ കൃത്യമായിട്ട് ഒരു 3-4 മിനിറ്റ് ഒരു സഹിഷ്ണുതയോട് കൂടി ഇരിക്കും. ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകും. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ചോദ്യം ചോദിക്കാൻ ഇല്ലാത്തത് കൊണ്ടല്ലോ. ചേക്കുട്ടി പറയുമ്പോൾ, VG പത്മനാഭൻ പറയുമ്പോൾ, മുഹമ്മദ് ഷാ പറയുമ്പോൾ. പക്ഷെ ഒരു സംവാദത്തിന്റെ മര്യാദ എന്താ? നിങ്ങൾ ഒരാൾക്ക് ഒരു സമയത്തിന്റെ നമ്മൾ കേട്ടിരിക്കുക, അതിനുശേഷം ഇത് പഠിപ്പിക്കേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. അപ്പൊ നമ്മുടെ മുന്നിലുള്ള സ്ഥിതി ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാജിന്റെ LDFന്റെ, സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ അല്ലല്ലോ, ഇടതുപക്ഷത്തിന്റെ തോൽവിയിൽ ആഘോഷം കാണിക്കുന്നത് സംഘികളുണ്ട്. അതുപോലെ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മുസ്ലിം വർഗീയവാദികളുണ്ട്. അപ്പൊ 2 വർഗീയവാദികൾക്കും ഒരുപോലെ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ പരാജയം
ആഘോഷമായിട്ട് മാറിയത്? അതല്ലേ പരിശോധിക്കപ്പെടേണ്ടത്? രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുന്നതായി കേൾക്കുന്നു. കാരണം അവിടെ ഒരു സ്വതന്ത്രനെ മാത്രമേ ഇനി പരീക്ഷിക്കാൻ പാടുള്ളൂ. നിലമ്പൂരിൽ പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് അപ്രായോഗികമാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് പാർട്ടി എത്തിയെന്ന് ചിലരെങ്കിലും പറയുന്നു. എം സ്വരാജിന് താല്പര്യമില്ലായിരുന്നിട്ടും അദ്ദേഹത്തെ നിർബന്ധിച്ചു എന്നുള്ള വിലയിരുത്തലുമുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥ പരാജയ കാരണങ്ങളെന്ന വിലയിരുത്തലിലേക്ക് CPM ശരിക്ക് കടന്നു? CPIM-ൽ ഒരു തരത്തിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് രണ്ടഭിപ്രായമില്ല. കാരണം അങ്ങനെ രണ്ടഭിപ്രായങ്ങൾ പറയാനുള്ള ഏതെങ്കിലും ഒരു വേദി രൂപപ്പെട്ടിട്ടില്ലല്ലോ. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമോ ഒക്കെ ചേരണം. അവിടെ ചേരുമ്പോഴാണല്ലോ സഖാക്കൾ അവരുടെ വേദിയിൽ അവർക്കുള്ള പാർട്ടി ഫോറത്തിൽ അഭിപ്രായം പറയുക. അപ്പോഴല്ലേ നമുക്ക് അവിടെ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി കഴിയുക. അപ്പൊ അങ്ങനെ ഔപചാരികമായിട്ടുള്ള ഒരു പാർട്ടി യോഗവും ചേർന്നിട്ടില്ല ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം. അതുകൊണ്ട് രണ്ടഭിപ്രായം ഉണ്ടായി എന്നൊക്കെയുള്ളത് വ്യാഖ്യാനം മാത്രമാണ്. കാരണം അഭിപ്രായം തന്നെ അങ്ങനെ രൂപപ്പെടുത്താനുള്ള ഒരു പാർട്ടി യോഗവും ചേർന്നിട്ടില്ല. എന്നാൽ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അവിടുത്തെ സ്ഥാനാർത്ഥിയും കൂടിയായിട്ടുള്ള സഖാവ് സ്വരാജ് ഉൾപ്പെടെയുള്ളവർ ചില നിരീക്ഷണങ്ങൾ പ്രാഥമികമായി ഈ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തി നടത്തിയിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്രസ്താവന സ്മൃതി കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടാകും. സഖാവ് ഗോവിന്ദ മാഷ പ്രസ്താവന എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും അതിൽ പാർട്ടി നടത്തേണ്ട ഒരു സ്വയം വിമർശനം എന്നുള്ള നിലയിൽ അത് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. പാർട്ടിക്ക് വരേണ്ടുന്നതായ കുറച്ച് വോട്ടുകൾ പോയിട്ടുണ്ട്, അത് അൻവർ പിടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അൻവറിന് കിട്ടിയ വോട്ടിൽ CPIM-ന് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകളുമുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതാകെ പാർട്ടിയുടെ പൊളിറ്റിക്കൽ വോട്ടുകളാണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ആവില്ല. എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഭരണത്തിന്റെ ഒരു മികവും ദേശീയവും അന്തർദേശീയവുമായ വിഷയങ്ങളിലൊക്കെ CPIM ഇടതുപക്ഷം കൈക്കൊള്ളുന്ന നിലപാടിനോടുള്ള ഒരു ആനുകൂല്യവും വെച്ച് ഞങ്ങൾക്ക് വരേണ്ടിയിരുന്ന വോട്ടുകളാണ്. പക്ഷെ അത് ആ നിലയിൽ ഞങ്ങൾക്ക് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ള പോരായ്മയുണ്ട്. CPIM-ന്റെ വോട്ടുകൾ പോയി എന്ന് പറയുമ്പോൾ അൻവർ പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസ്യതയുള്ളതാണ്. അൻവർ പറഞ്ഞതിൽ എന്തോ ഉണ്ട്, അതിലൊരു സത്യമുണ്ട്, ശരിയുണ്ട് എന്ന തോന്നലായിരിക്കുമല്ലോ CPIM-ന് കിട്ടിക്കൊണ്ടിരുന്ന ആ വോട്ടുകൾ അൻവറിലേക്ക് പോയത്. അത് നിങ്ങൾ പരിശോധിക്കുമോ? സ്മൃതി അങ്ങനെ ലളിതമായിട്ട് ചിന്തിക്കുന്ന ഒരാളല്ല, ഉയർന്ന ചിന്താബോധമുള്ള ഒരാളാണ്. അൻവറിന് അദ്ദേഹം ഇപ്പൊ പറഞ്ഞ ഈ 4 വർത്തമാനം കൊണ്ടാണോ വോട്ട് കിട്ടിയത്? അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ 22 ദിവസത്തിന് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടണം, എനിക്ക് വനം വകുപ്പ് കിട്ടണം, ഞാൻ MLA എന്നുള്ള നിലയിൽ ഇതാ ഇപ്പോ നാളെ തൊട്ട് 1000 ആളുമായിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള അൻവറിന്റെ വർത്തമാനം കേട്ടിട്ടാണ് ഈ വോട്ടുകൾ കിട്ടിയത് എന്ന് തോന്നുന്നുണ്ടോ? സ്മൃതിയെ പോലെ ഉന്നതമായി ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, അൻവർ 10 വർഷമായിട്ട്, 10 വർഷമല്ല കുറച്ചുകൂടി എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ അതിനു മുമ്പുള്ള 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിത്വം മുതൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ചു കാലമായി ഇടതുപക്ഷവുമായി സഹകരിച്ചു നിൽക്കുന്നയാൾ, അതിൽ 9 വർഷം ഇടതുപക്ഷത്തിനോടൊപ്പം MLA ആയിരുന്നയാൾ, അതിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ ആ നിലപാടുകളെ ഏറ്റവും ശക്തമായിട്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ സാധാരണ ഈ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കടന്നൽ കൂട് തന്നെ ഇടതുപക്ഷത്തെ പിന്തുണക്കുന്നവർ എന്നുള്ള നിലയിൽ അൻവറിനോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടുണ്ടാകും. അത് അൻവർ ഇപ്പോ എന്തെങ്കിലും ഈ ഭരണത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടുള്ള കാര്യമല്ല. ഈ പറഞ്ഞൊരു പശ്ചാത്തലമാണ്, അൻവർ നിന്നിട്ടുള്ള ഒരു സാഹചര്യവും പശ്ചാത്തലവുമാണ് അതിന് കാരണമായിട്ടുള്ളത്. ഇതൊക്കെ മനസ്സിലാകുന്ന ഒരാൾ തന്നെയാണ് സ്മൃതി. പിന്നെ ഈ ചർച്ചയ്ക്ക് എന്തായാലും സ്മൃതിയുടെ ഒരു സ്വഭാവം വെച്ച് ഇടതുപക്ഷത്തെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ പറയുന്നതേ ഉള്ളൂ. ജമാഅത്തെ 2019 മുതൽ UDF-നെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു, നേരത്തെയുള്ള പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അപ്പോഴൊന്നും പറയാത്ത കാര്യം നിലമ്പൂരിൽ നിങ്ങൾ ഒന്നുകൂടി ശക്തമായി ഒരു ഉറച്ച് അതിൽ തന്നെ നിന്നുകൊണ്ട് പ്രചാരണം നടത്തിയത്. അത് തന്നെ അവിടെ നിന്ന് BJP-യിൽ നിന്നും കേൾക്കുകയുണ്ടായത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സ്വരം എന്ന രൂപത്തിലുള്ള വിമർശനം വരുന്നത്. അതിനുള്ള മറുപടിയുണ്ടോ? യഥാർത്ഥത്തിൽ ഇന്ന് ആരുടെ സ്വരമാണ് ഒരേ സ്വരത്തിൽ വന്നത് എന്നറിയാത്ത ഒരു മാധ്യമ പ്രവർത്തകയല്ല നിങ്ങൾ. ഇന്നത്തെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ആരുടെ സ്വരങ്ങളാണ് ഒരേ ഈണത്തിലും താളത്തിലുമുള്ളത്, അതിനെക്കുറിച്ച് എന്ന് പരാമർശിക്കാതെ ഈ പഴയ ഏതോ ചില സംഗതികൾ കൊണ്ടുവന്ന് നിങ്ങളുടെ സ്വരമല്ലേ ഒരുപോലെയൊക്കെ ഇരിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കാനുള്ള ശ്രമം എന്തൊരു വൃഥാവിലുള്ള പരിശ്രമമാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ എന്ത് ഭരണവിരുദ്ധ വികാരമാണുള്ളത്? അൻവർ പറഞ്ഞ ഏതെങ്കിലും ഒരു പോലീസ് വിമർശനത്തിന്റെ പേരിലാണോ അവിടെ ഇപ്പോൾ വോട്ടുകൾ അവിടെ ഈ തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടായിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ അവിടെ ഇടതുപക്ഷം തോറ്റമ്പണ്ടേ? രാഹുൽ ഗാന്ധി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായപ്പോൾ അദ്ദേഹത്തിന് 99,000 വോട്ട് ലഭിച്ചു.
അന്ന് അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 41,000 വോട്ടാ. അതിന് തൊട്ടുപുറകെ 6 മാസം കഴിഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധി അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചത് 95,000 വോട്ടാണ്. അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് നിലമ്പൂരിൽ ലഭിച്ചത് 29,900 വോട്ടാണ്. നിങ്ങൾ നോക്കൂ, ആ വ്യത്യാസത്തിൽ നിന്നാണ് ഒരൊറ്റ വർഷത്തിനിടയിൽ CPIM-ന്റെ വോട്ട്, ഇടതുപക്ഷത്തിന്റെ വോട്ട് 66,600-ലേക്കും 99,000 വോട്ട് ലഭിച്ചിരുന്ന UDF-ന്റെ വോട്ട് 78,000-ലേക്കും കുറയുന്നത്. അപ്പൊ ആരുടെ നിലപാടുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്? ആരുടെ വാദവും പിന്തുണയുമാണ് വോട്ടിൽ ശതമാനം നോക്കിയാൽ കുറഞ്ഞിട്ടുള്ളത്? 17,500 വോട്ട് BJP-ക്ക് ലഭിച്ചിരുന്നു, NDA മുന്നണിക്ക് ലഭിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതിപ്പോ 8,500 വോട്ടായിട്ട് കുറഞ്ഞു. അപ്പൊ നിങ്ങൾ നോക്ക്, ആരുടെ വോട്ടാ കൂടിയത്? നിങ്ങൾ പറയുന്നു സ്മൃതി ആവർത്തിച്ച് ശ്രമിച്ചത് എന്താ? ഇവിടെ CPM-ന്റെയും BJP-യുടെയും പ്രസ്താവന ഒരുപോലെ. അതിനേക്കാൾ വലിയ പ്രസ്താവനയായിട്ട് വന്നത് കേരളത്തിൽ ഇന്ന് ഈ വിജയത്തെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തിന്റെ പരാജയത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഘോഷം ഒരു ഭാഗത്ത് സംഘീയ ഗ്രൂപ്പുകളും മറുഭാഗത്ത് മുസ്ലിം വർഗീയവാദികളുടെ ഗ്രൂപ്പുകളും ഒരുപോലെ ആഘോഷിക്കുന്നു. അപ്പൊ അവിടെ ഒരു കാര്യം വ്യക്തമാണല്ലോ, നിങ്ങൾ ആരോപിക്കുന്നത് പോലെ ഇടതുപക്ഷമോ സഖാവ് സ്വരാജോ ഒരു വർഗീയ നയവും സ്വീകരിക്കുന്നില്ല. ആരെയും പ്ലീസ് ചെയ്യുന്ന, ഒരു വർഗീയവാദിയെയും പ്ലീസ് ചെയ്യിപ്പിക്കുന്ന നയത്തിലില്ല എന്നതിന്റെ വളരെ വ്യക്തമായ തെളിവാണ് സ്മൃതിയെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. 2 വർഗീയവാദികളും ഒരുപോലെ സഖാവ് സ്വരാജിന്റെയും LDF-ന്റെയും തോൽവി ആഘോഷിക്കുന്നതിൽ നിന്ന്. ഇനി ഇവിടെ പറഞ്ഞ ഈ വോട്ടിന്റെ കണക്കും അതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോ അൻവറിന് കിട്ടിയ വോട്ട് എല്ലാം അപ്പുറത്ത് ചേർത്താൽ ഭരണവിരുദ്ധ വികാരമല്ലേ? ഇനി അൻവർ അദ്ദേഹം പറഞ്ഞ നിലപാടുകൾ തിരുത്തി ഇടതുപക്ഷത്തോടൊപ്പമാണ് നിൽക്കുന്നതെങ്കിലോ? ഇടതുപക്ഷത്തിന് കിട്ടിയ 66,000-ഉം അൻവറിന്റെ 20,000 കൂട്ടിയാൽ 86,000 ഇടതുപക്ഷത്തിനല്ലേ വരുന്നത്. അപ്പോഴെവിടെയാ ഭരണവിരുദ്ധ വികാരം? അതുകൊണ്ട് നിലമ്പൂരിന്റെ ആകാശത്തിൽ ഇന്നലെ ഉണ്ടായ ഒരു വിധി വെച്ചിട്ട് കേരളമാകെ ഇങ്ങനെയാണ്, 2026 അങ്ങനെയാകാൻ പോവുകയാണ് എന്ന് വിധി എഴുതുന്നത് കിണറ്റിലെ തവളയുടെ അവസ്ഥയായിരിക്കും.